നാട്ടിൽ കണ്ടവന്മാരുടെയൊക്കെ ലോൺ നിനക്ക് ശരിയാക്കാം. എന്നിട്ടും അമ്മച്ചിയുടെ ആങ്ങളോടെ മാത്രം പറ്റില്ല അല്ലേടാ? കൊച്ചപ്പനെ എനിക്ക് മാത്രം വിശ്വാസമായ പോരല്ലോ, ബാങ്കിനും കൂടെ ആവണ്ടേ. ഒരു അഡ്രസ് പ്രൂഫ് വെച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കൊച്ചപ്പന്റെ അഡ്രസ് നിനക്ക് അറിയാൻ പാടില്ലേ? അയ്യോ അമ്മച്ചി, അഡ്രസ് അല്ല, പ്രൂഫ് വേണം. പ്രൂഫ്. ഞാനല്ല, ബാങ്കാണ് ലോൺ കൊടുക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താന്ന് വെച്ചാ നീ നോക്കി കണ്ടു അങ്ങ് ചെയ്. മതിയുടെ കണ്ണാടി നോക്കിയത് സിനിമ നടനാ വിചാരം. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മോനെ ദിനേശ, എടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി തോട്ടികേറ്റി കളിക്കല്ലേ, ചവിട്ടി താത്തുന്നില്ല ഞാൻ പാതാളത്തിലേക്ക്. സേതു, കത്തി താഴെടാ മോനെ, നിന്റെ അച്ഛനാണാ പറയുന്നത്. നീ ഇങ്ങനെ ദേഷ്യം തീർക്കണ്ട. ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കണ്ട. പണിക്കരെ, എന്താ പണിക്കരെ അന്തം വിട്ട് നോക്കുന്നത്? തന്റെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനമെടുത്ത ദിവസമല്ലേ, തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാടോ. പക്ഷേ വാശിപ്പുറത്തെടുക്കാനുള്ളതല്ല സിനിമ. അറിയാം സാർ, തീരുമാനം വാശിപ്പുറത്താണെങ്കിലും സിനിമ ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്റെ ആഗ്രഹം. അറിയാടോ, അതുകൊണ്ടല്ലേ തനിക്കൊരു ബെസ്റ്റ് വിഷസ് പറയാൻ ഞങ്ങൾ നേരിട്ട് വന്നത്. പടം എടുത്താ പോരാ, വിജയിപ്പിച്ചും കാണിക്കണം. ഇനി പണിക്കരുടെ കാലമാണെന്ന് കേരളം പറയണം. താൻ ഭാഗ്യവാനാ. ഒരു പറ്റം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കൂടെയില്ലേ. കൂട്ടായ്മ എപ്പോഴും നല്ലതാ. അതൊരു ധൈര്യ. വിടാതെ പിടിച്ചോ കൂട്ടുകാരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പോയോ? ശരി, വന്നല്ലോ, അനുഗ്രഹിച്ചല്ലോ, അത് മതി. സാഹിത്യകാര, സദയം ക്ഷമിക്കുക. പുതിയ ലക്കം മാധ്യമം ഉപ്പ ചോദിച്ചിട്ടുണ്ട്. എവിടെയാ? ബാഗിലാ. നിക്ക്, നിനക്ക് ഈ പത്മരാജനെ കുറിച്ച് എന്താ അഭിപ്രായം? കൊള്ളാം. മലയാളത്തിന്റെ വസന്ത അല്ലായിരുന്നോ? എന്താ എഴുത്ത്, എന്താ പടം, ലെജൻഡ്. എന്തായി കാക്ക? നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർത്തു വിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. ഇത് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിൽ സോളമൻ സോഫിയോട് പറയുന്ന ഡയലോഗല്ലേ? ഓഹോ, അപ്പൊ വിചാരിച്ച പോലല്ല. സാധാരണക്കാർക്കിടയിലും പത്മരാജൻ ഡയലോഗടക്കം ഫേമസാ. ഇതൊക്കെ ആർക്കറിയാത്ത ഇക്കാക്ക. അല്ല, ഇതെന്തു പറ്റി പെട്ടെന്ന്? സോളമനും സോഫിയും പത്മരാജനും ഒക്കെ. എന്നാ നീ കേട്ടോ, മലയാളത്തിൽ വീണ്ടും വസന്തം വരാൻ പോകുന്നു. പടിഞ്ഞാറൊന്നൊരു സ്മെല്ലുണ്ട്. കളിയാക്കണ്ട. അങ്ങനെ ഒരു എഴുത്തുകാരന്റെ ഉദയത്തിന് കാരണക്കാരിയാകണമെങ്കിൽ, ഭാവിയിലെ നമ്പർ 1 തിരക്കഥാകൃത്തിന്റെ പെങ്ങളാകണമെങ്കിൽ നീ ഇപ്പോ ഇക്കാക്കൊരു ഗ്ലാസ് കട്ടൻ ചായ കൊണ്ടുവന്നരൂ. ഒരു ഗ്ലാസ് കട്ടൻ ചായക്കാണോ സാറ് സോളമന്റെ മുന്തിരിത്തോട്ടം വരെ പോയത്? ഒരു കട്ടൻ ചായ നങ്ങ് പറഞ്ഞാ പോരെ കാക്ക? വെറുതെ വേണ്ട, സിനിമയുടെ ടൈറ്റിൽസ് വരുമ്പോ നന്ദിന്ന് പറഞ്ഞ നിന്റെ പേര് വെക്കാടി. സന്തോഷം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ പടത്തിന്റെ വ്യാജ സീഡ് ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്ക് തരണം. ഇപ്പൊ ഒറിജിനലെക്കാളും ഡിമാൻഡാണെന്നാ പറയുന്നേ. കളിയാക്കിക്കോ. വിശ്വകലാകാരന്മാരെല്ലാരും ജീവിച്ചിരുന്നപ്പോ അവഗണിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. കട്ടൻ ചായ അല്ലേ വേണ്ടത്? പെട്ടെന്ന് തന്നേക്കാം. ഇനി ഞാൻ കാരണം ഒരു വിശ്വകലാകാരൻ അവഗണിക്കപ്പെടണ്ട. അവക്കും വിവരം വെച്ചു. ഇതടി ഒരു കത്തുണ്ട്, വീട്ടീന്നാ, ആന്റി തന്നതാ. ആ, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്ക, നീ എന്താ അച്ഛൻ അയക്കുന്ന കത്തൊന്നും വായിക്കാത്ത? എന്തിനാ ഇത്ര വലിയ ദേഷ്യം? നിന്റെ അമ്മ മരിച്ചപ്പോ അച്ഛൻ വേറൊരു സ്ത്രീ കല്യാണം കഴിച്ചു. അതാണോ ഇത്ര വലിയ കുറ്റം? ഹി വാസ് സോ യങ്. എനിക്കതിൽ ഒരു തെറ്റും കാണാൻ കഴിയുന്നില്ല. യു ടു ക്രൂവൽ പാറു. നീ ആ വിഷയം വിട്ടെ, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട.
போகத்தா மோளே நாளையில இருந்த இந்த உலகத்தையே மாத்த போறேன்டி Do you want to know something, baby? ഞങ്ങള് 4 പേരും കൂടി ഒരു സിനിമ എടുത്താലോ എന്ന് ആലോചിക്കോ? എങ്ങനെയുണ്ടാവും? നന്നായിട്ടുണ്ടാവും. നേരം വെളുത്തിട്ട് പോരെ. നിന്റെ മട്ടും ഭാവം കണ്ടിട്ട് ആക്ഷനും ബ്രേപ്പും ഒരുപാടുള്ള സിനിമയാണെന്നാ തോന്നുന്നേ. പൊളച്ചാ പറയടാ. എടി എനിക്ക് ശരിക്കൊരു നടന്റെ ലുക്ക് ഉണ്ടോ? ഹലോ എന്നാലും എന്റെ പോളച്ച നമ്മുടെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ പുതുമ വേണം. പാട്ട്, ഡാൻസ്, പ്രണയം, ഫൈറ്റ്, അങ്ങനെയെല്ലാം വേണം. പക്ഷെ അതിന് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. നമ്മുടെ പടം നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നീ എഴുതടേക്ക, ബാക്കി നമുക്ക് ചർച്ച ചെയ്ത് പൊലിപ്പിക്കാന്നേ. ഫസൽ എഴുതി തുടങ്ങി, ചർച്ച ചെയ്ത് പൊലിപ്പിക്കലും. പക്ഷേ ഒന്നും അങ്ങ് സുഖമായില്ല. എന്റെ മനസ്സ് പറയുന്നു നമ്മുടെ മുന്നിലെ പടത്തിന്റെ കഥ താനേ ചുരുളഴിയുന്നു. പ്രൊഡ്യൂസറിന്റെ നിക്കറഴിയാതിരുന്നാ മതിയായിരുന്നു. ബോഡിഗാർഡ്സ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹേ ബഡി. ഹായ് ഡ്യൂഡ്. ആന്റി, ഭക്ഷണം കഴിഞ്ഞോ? ഇല്ലെന്നേ, പാറു വന്നിട്ട് കഴിക്കാവുന്ന അങ്കിള് പറഞ്ഞു. എന്താ സ്നേഹം. നോക്കിയിരിക്കായിരുന്നു. ആ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാറുക്കുട്ടി, how was the day? കഥ ഉണ്ടാക്കായിരുന്നു. ഞാനൊന്ന് മോളെ പോയിട്ട് വരാം. അയ്യോ ഞാൻ കഴിച്ചതാ. പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നു ഗോദ്ര കലാപം 1985. ഗോദ്രയിൽ നടന്ന കലാപത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ, ചിതറിയോടുന്ന ജനങ്ങൾ, ആർത്തനാദങ്ങൾ, കലാപക്കെടുതികൾ. അതിലകപ്പെട്ട് അനാഥനായി നിന്ന് കരയുന്ന ഒരു 4 വയസ്സുകാരൻ കുട്ടി. ടൈറ്റിൽസ് ഇവിടെ തുടങ്ങുന്നു.